പ്രിയമുള്ളവരെ, വിജയത്തിലേക്കുള്ള പാത എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ എങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇംഗ്ലീഷിൽ മനോഹരമായി സംസാരിക്കുക എന്നത് ഏറെക്കുറെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എന്നാൽ പലരും പഠിക്കാൻ ആരംഭിക്കുകയും എന്നാൽ പാതി വഴിയിൽ വെച്ച് നിർത്തിപ്പോവുകയാണ് പതിവ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ശരിയായ രീതിയിലല്ല പഠിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇടക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പഠന പ്ലാനാണ് ഫ്ലുവൻസി ഇംഗ്ലീഷ് എന്ന ഒരു കോഴ്സിലൂടെ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് 60 ക്ലാസ്സുകളുള്ള ഒരു കോഴ്സാണ്. ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ വീതം 60 ക്ലാസ് കൊണ്ട് തീർക്കാവുന്ന ഒരു പഠന പദ്ധതിയാണിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക എന്നിങ്ങനെയുള്ള പതിവ് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ഒരു അന്യഭാഷയാണ്, അതായത് നമ്മുടെ മാതൃഭാഷയല്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ നമ്മൾ ആ ഭാഷ നമ്മൾ സ്വായത്തമാക്കുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് ശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായ മിനിമം വാക്കുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുന്നതിനാവശ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് ആ വാക്കുകളെ ഓരോ വാക്കിൻ്റെയും അർത്ഥവും സ്പെല്ലിങ്ങും ഉച്ചാരണവും ഹൃദ്യസ്ഥമാക്കി എന്ന് പറയുമ്പം അത് വളരെ തറവായി പഠിച്ചതിന് ശേഷം നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ഏറ്റവും പ്രായോഗികമായ ഒരു സമീപനം. അതുകൊണ്ട് തന്നെ ഈ ഒരു 500 വേർഡ്സാണ് മിനിമം അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 60 ക്ലാസ്സുകളിൽ നിന്നും ഈ 500 വാക്കുകളുടെ അർത്ഥവും സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും നന്നായി പഠിച്ചതിന് ശേഷം ആ വാക്കുകൾ ചേർത്ത് വെച്ച് വാചകങ്ങൾ ഉണ്ടാക്കി ആ വാചകങ്ങളിലൂടെ നമ്മളെ ആശയം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്ലാസ് 1 അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ആഴ്ചയിലും 2 ക്ലാസ്സുകൾ വീതം നൽകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോകൾ ഒന്നും വിടാതെ തന്നെ പൂർണ്ണമായും കാണുക. സമാന പദങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠന കോഴ്സിലൂടെ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സമാന പദങ്ങൾ തേടിയുള്ള യാത്ര എന്ന് പറയുമ്പം നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യം അത് ഇംഗ്ലീഷിലെ അതിൻ്റെ സമാനമായ വാക്കുകൾ കണ്ടെത്തി മലയാളത്തിൽ പറയുന്ന ആശയം ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലൂടെ ആ ആശയം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പോലെ 500 വാക്കുകൾ എല്ലാവരും ഹൃദ്യസ്ഥമാക്കുകയും ആ 500 വാക്കുകളുടെ അർത്ഥവും ഉച്ചാരണവും സ്പെല്ലിങ്ങും നന്നായി മനസ്സിലാക്കി ഏത് സമയത്ത് എപ്പോൾ
നമുക്ക് ഒരാശയം നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ അത് എത്രയും എളുപ്പത്തിൽ ചെയ്യുന്ന തരത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസാണ്. അവിടെ പ്രാക്ടീസ് ഈസ് എവരിത്തിങ്, ബൈ പ്രാക്ടീസ്. കാരണം എന്താ, ഇതൊരു അന്യഭാഷ ആയതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ നമ്മുടെ ഭാഷയിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല. അത് മനഃപൂർവ്വം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ പതിയുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ശാസ്ത്രീയ പഠന രീതികളുമാണ് ഈ ഫ്ലുവൻസി ഇംഗ്ലീഷ് കോഴ്സിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും ഒന്നുവിടാതെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആ മഹാ ആഗ്രഹം സാധിക്കാനായി നിങ്ങൾ 100% ആവേശത്തോടെ, ഉത്സാഹത്തോടു കൂടി അത് സജീവമായി തന്നെ അതിന് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിക്കുന്നതിനുള്ള ഫോൺ വഴികൾ അടുത്ത വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായി ഈ പരിശ്രമത്തിൽ നിങ്ങൾ ഈ ഒരു യജ്ഞത്തിൽ നിങ്ങൾ പങ്കാളികളാവുക. എന്നാൽ നിങ്ങളുടെ ചിരകാലാഭിലാഷമായ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷിൽ ഒഴുക്കോടുകൂടി സംസാരിക്കുവാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് കൈവരും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കാരണം നമ്മുടെ ഏതൊരു കാര്യവും നമ്മൾ സ്വായത്തമാക്കുന്നത്, സാധിച്ചെടുക്കുന്നത് അത് നമ്മുടെ പ്രാക്ടീസിലൂടെയാണ്. ഉദാഹരണം, ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ പലകുറി അവൻ വീണു പോകുന്നു. എന്നാൽ വീണു പോകുന്നതിൽ നിന്ന് അവൻ പിന്മാറുന്നില്ല. നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ആ കുഞ്ഞിൻ്റെ കാലുറച്ച് അല്പമായി നടക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി നമ്മൾ ആലോചിച്ചാൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രാക്ടീസിലൂടെയാണ്. ഇപ്പോൾ അക്ഷരങ്ങൾ എഴുതുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ അതൊരു ദിവസം ഏതോ ഒരു സമയത്ത് ഇങ്ങോട്ട് പറയല്ല. അത് 1ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് 2ാം ക്ലാസ്, അങ്ങനെ നിരന്തരമായ ക്ലാസ്സുകളിലൂടെ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, അങ്ങനെ തുടർച്ചയായി ക്ലാസ്സുകളിലൂടെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. അതേമാതിരിയുള്ള ഒരു പ്രാക്ടീസ് എന്തിൻ്റെയും അടിസ്ഥാനം പ്രാക്ടീസാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ ചെയ്താൽ നമുക്ക് അത് 100% പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് പ്രാക്ടീസിലൂടെയാണ് അത് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ഈസ് എവരിത്തിങ് എന്ന പോളിസിയാണ് ഈ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ടത്. പ്രാക്ടീസിലൂടെ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന പഴഞ്ചൊല്ല് ഈ കാര്യത്തിൽ 100% ശരിയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടക്കത്തിൽ അത് നിങ്ങൾക്ക് ബോറായി തോന്നുമെങ്കിലും കുറച്ച് പഠനം മുന്നോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കലി അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് എളുപ്പമാണ്, ഇതൊരു ബാലി കയറാൻ മലയൊന്നുമല്ല, ഇത് ഏവർക്കും നേടാവുന്ന ഒരു കാര്യമാണ് എന്ന്. അതിന് വേണ്ടത് സ്ഥിരോത്സാഹമാണ്. സ്ഥിരമായ ഉത്സാഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സ്വായത്തമാക്കുക എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വലിയൊരു പ്രയാസമൊന്നുമില്ല. ആയതിനാൽ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ മിസ്സാവാതെ നിങ്ങൾ കേൾക്കുക. വിഷ് യു all the success. Let us conclude this video here. Wish you all success.